കുവൈറ്റിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച മലയാളികളായ 23 പേരും ഇന്ന് രാവിലെയാണ് നാടണഞ്ഞത്. 31 പേരുടെ മൃതദേഹം നിറകണ്ണുകളോടെയാണ് കേരളം ഏറ്റുവാങ്ങിയത്. കൊച്ചി വിമാനത്താവളത്തിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചപ്പോൾ അത് കണ്ടിരുന്നവർ, നേരിട്ട് കണ്ടവർ മാത്രമല്ല, മാധ്യമങ്ങളിലൂടെ ആ ദൃശ്യങ്ങൾ കണ്ട മലയാളികളാകെ കണ്ണീരണിഞ്ഞു. പുലർച്ചെ മുതൽ തന്നെ കുടുംബാംഗങ്ങളുടെയും ബന്ധുക്കളുടെയും തേങ്ങലുകൾ നിറഞ്ഞു നിന്ന അന്തരീക്ഷമായിരുന്നു നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ. ഉറ്റവരുടെ തീരാത്ത ദുഃഖത്തിന് സാക്ഷിയാകാൻ മാത്രമേ കണ്ടുനിന്നവർക്ക് കഴിഞ്ഞുള്ളൂ. ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങളുമായി വ്യോമസേനയുടെ പ്രത്യേക വിമാനം രാവിലെ 10:30-യോടെയാണ് കൊച്ചി വിമാനത്താവളത്തിലെത്തിയത്. 23 മലയാളികൾക്ക് പുറമെ 7 തമിഴ്നാട് സ്വദേശികൾ, ഒരു കർണാടക സ്വദേശി എന്നിവരുടെ മൃതദേഹങ്ങൾ അടങ്ങിയ പെട്ടികൾ കസ്റ്റംസ് ക്ലിയറൻസിന് ശേഷം വിമാനത്താവളത്തിന് പുറത്ത് പ്രത്യേകം സജ്ജമാക്കിയ സ്ഥലത്തേക്ക് മാറ്റി. മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും റീത്ത് സമർപ്പിച്ച് അന്തിമോപചാരം അർപ്പിച്ചു. കേന്ദ്രമന്ത്രിമാരായ കീർത്തിവർദ്ധൻ സിംഗ്, സുരേഷ് ഗോപി, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, സംസ്ഥാന മന്ത്രിമാർ, തമിഴ്നാടിന് വേണ്ടി മന്ത്രി കെ എസ് മസ്താൻ, MP-മാർ, MLA-മാർ തുടങ്ങിയവരും ആദരാഞ്ജലി നേർന്നു. നെഞ്ചുപൊട്ടി ബന്ധുക്കൾ പൊട്ടിക്കരഞ്ഞു. സങ്കടക്കടലായി വിമാനത്താവളം. കണ്ടുനിന്നവർ കണ്ണീരടക്കാനാകാതെ വിതുമ്പി. പിന്നീട് ആംബുലൻസുകളിൽ പോലീസ് അകമ്പടിയോടെ മൃതദേഹങ്ങളുമായി വീടുകളിലേക്ക് അവസാന യാത്ര. തമിഴ്നാട്ടുകാരായ 7 പേരുടെയും മൃതദേഹം ആംബുലൻസുകളിൽ തമിഴ്നാട്ടിലേക്കും, മുംബൈയിലുള്ള മലയാളി ഡെന്നി ബേബി അടക്കമുള്ളവരുടെ മൃതദേഹങ്ങളുമായി വിമാനം ദില്ലിയിലേക്കും. തേങ്ങലുകൾ നിറഞ്ഞുനിന്ന അന്തരീക്ഷമാണ് നാട്ടിലെങ്ങും. അടുത്ത കാലത്തൊന്നും കേരളം ഇങ്ങനെയൊരു വേർപാടിന് സാക്ഷിയായിട്ടില്ല. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.